ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാധേശ രാധേശ്യാം. ഹരേ നാരായണ ഹരേ നാരായണ. ഹരി ഓം ഹരി ഓം. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം കാണാനായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ആ ഗുരു ഭവനപുരിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എന്നോടൊപ്പം എൻ്റെ ശബ്ദത്തോടൊപ്പം ഭഗവാനെ കാണാനായിട്ട് ശ്രീലകത്തേക്ക് പോവാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മൾ ഭഗവാനെ കാണാൻ പോവാണ്. കണ്ണൻ ഇന്ന് ഏത് ഭാവത്തിലായിരിക്കും? ചിന്തകളാണ് മനസ്സിൽ. എന്ത് ഭാവത്തിലായിരിക്കും കണ്ണനെന്ന് ഉണ്ടാവുക? എന്തു തന്നെ ആയാലും ആ പൊന്നുണ്ണിക്കണ്ണനെ എത്ര കണ്ടാലും മതി വരാത്ത ഒരു മനോഹരമായ ഭാവത്തിൽ പൊന്നുണ്ണിക്കണ്ണൻ എന്നതാ എങ്ങനെയാ നിൽക്കുന്നത്? ശ്രീലകത്ത് കണ്ണൻ ഇങ്ങനെ നിൽക്കുകയാണ്. തൃക്കാൽ പിണച്ചു വെച്ചുകൊണ്ട് തൻ്റെ ഇടത്തെ കൈ കൊണ്ട് പൊന്നോടക്കുഴൽ ഇങ്ങനെ ഊതിക്കൊണ്ട് വലത്തെ കയ്യിൽ ഒരു താമരപ്പൂവും വെച്ച് പിടിച്ചുകൊണ്ട് അങ്ങനെയാണ് പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ കാത്തു നിൽക്കുകയാണ്. നമ്മളോടൊപ്പം കണ്ണൻ ഇങ്ങനെ ഓടി വരാനായിട്ട് കാത്ത് നമ്മളിങ്ങനെ കാത്തു നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ ശ്രീലകത്ത് നമുക്കിന്ന് കാണാൻ സാധിക്കും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എങ്ങനെയാത്? കണ്ണൻ പൊന്നുണ്ണിക്കണ്ണൻ ആ താമരയെ വെച്ചുകൊണ്ട്, താമര ഇങ്ങനെ വലത് കയ്യിൽ താമര പിടിച്ചുകൊണ്ട് നമ്മളോട് പറയാണ്, നമ്മുടെ മനസ്സാകുന്ന ആ താമരപ്പൂവ് കണ്ണൻ്റെ കയ്യിലാണുള്ളത്. നമ്മുടെ മനസ്സാകുന്ന താമരപ്പൂവ് കണ്ണനതാ കയ്യിൽ പിടിച്ചിരിക്കുന്നു. എത്ര സുന്ദരമാണല്ലേ ആ താമരപ്പൂവ്! നമ്മൾ ഓരോരുത്തരുടെയും മനസ്സാണ്, കണ്ണൻ്റെ കയ്യിലാണ് അതുള്ളത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇങ്ങനെ ഒരു ഭാവത്തിൽ പൊന്നോടക്കുഴലിങ്ങനെ വിളിച്ചുകൊണ്ട്, ഓടക്കുഴലിങ്ങനെ ഊതിക്കൊണ്ട്, ആ സുന്ദരമായ ആ വേണുഗാനം പൊഴിച്ചുകൊണ്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ കാത്തു നിൽക്കുന്ന കാഴ്ച എന്ന് നമുക്ക് ശ്രീലകത്ത് കാണാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ നെയ്ത്തിരിവട്ടത്തിൻ്റെയൊക്കെ തിളക്കത്തിൽ പൊന്നുണ്ണിക്കണ്ണൻ അതാ ഇങ്ങനെ മനോഹരമായ പുഞ്ചിരിയോടുകൂടി നമ്മളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ആ താമര കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മളെ കാത്തു നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് തിടുക്കമാണ്, ധൃതിയാണ്. ആ കണ്ണനെ കാണാനായിട്ട് ഓടിച്ചെല്ലാനായിട്ട് ആ പൊന്നുണ്ണിയുടെ അടുത്തേക്ക് അതാ നമ്മൾ എത്തുന്നുണ്ട് എന്ന് കാത്തിരിക്കുന്ന പൊന്നുണ്ണിയുടെ അടുത്തേക്ക് നമ്മളിതാ ഓടിച്ചെല്ലുന്നു. അവിടെ നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മുടെ ഒരുപാട് സങ്കടങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് പറയാനുള്ളതെല്ലാം എന്നെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അല്ലേ? സാക്ഷാൽ ഗുരുവായൂരപ്പൻ അറിയാത്തതായി എന്താ നമ്മുടെ ജീവിതത്തിലുള്ളത്? എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും ഭഗവാന്റെ പൊന്നുതൃപ്പാദങ്ങളിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. ആ പൊന്നുണ്ണിക്കണ്ണനിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് എപ്പോഴും കാവലായിട്ട് താങ്ങായിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണനെപ്പോഴും കൂടെ ഉണ്ടാവണേ. ആ പൊന്നുണ്ണി നമുക്ക് എപ്പോഴും തണലായിട്ട് കൂടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭഗവാന്റെ ആ ദിവ്യശോഭ മനസ്സിലേക്ക് എല്ലാവരും കൊണ്ടുവരാം. ആ പുഞ്ചിരിക്കുന്ന മുഖത്തെ ആ പുഞ്ചിരിയെ, പാൽപുഞ്ചിരിയെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരു നിമിഷം, ഒരു വെട്ടത്തോടു കൂടി നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കണ്ണൻ കടന്നു വരുന്നതായിട്ട് സങ്കല്പിക്കുക. കയ്യിലതാ താമരപ്പൂവും പൊന്നോടക്കുഴലും. എന്ത് ഭംഗിയല്ലേ കാണാൻ! ജീവിതത്തെ ഇത്രയും മനോഹരമായിട്ട് നമ്മൾക്ക് കാണിച്ചു തരുന്നു പൊന്നുണ്ണിക്കണ്ണൻ. ചെളി നിറഞ്ഞ ഒരു പുഴയിലാണ്, നദിയിലാണ് താമര വിടരുന്നതും വളരുന്നതും വിടരുന്നതും. അങ്ങനെയുള്ള താമരപ്പൂവ് അത്രയും ചെളി നിറഞ്ഞ ഒരു അതിൻ്റെ വിത്ത് വളരുന്നത് ചെളിയിലാണ് വളരുന്നത്. വളർന്നങ്ങനെ പൊങ്ങും തോറും ആ താമര ഇലയാവട്ടെ പരന്ന് കിടക്കുന്നു, മനോഹരമായ പൂവാവട്ടെ വിടർന്ന് മനോഹരമായി തന്നെ വിടർന്ന് നിൽക്കുന്നു. അതോടൊപ്പം ആ നദിയിലെ ജലം കുറയുന്നതിനനുസരിച്ച് ആ താമരയും താണു പോകുന്നു. അങ്ങനെയുള്ള താമരപ്പൂവാണ് നമ്മുടെ കണ്ണൻ നമുക്ക് തന്നിട്ടുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഇത് കാണിക്കുന്നു, ഇത് കുറിച്ച് കാണിക്കുന്നു. കാരണം എത്രയും സംഘർഷമാണ് നമ്മുടെ ഉള്ളിലൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് എന്നും അതിൽ നിന്നൊക്കെ നമുക്ക് അതിമനോഹരമായ ഒരു താമരപ്പൂവായിട്ട് നമുക്ക്
ഉണർന്ന് എണീറ്റ് വരാനായിട്ട് നമ്മുടെ എല്ലാ സങ്കല്പങ്ങളെയും സ്വപ്നങ്ങളെയും ഭഗവാൻ അറിയുന്നുണ്ടെന്നും നമ്മുടെ മനസ്സ് കണ്ണൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നും നമ്മളെ ഈ ഒരു ഉച്ചപൂജ അലങ്കാരത്തിൽ കണ്ണൻ നമ്മളെ പറഞ്ഞു തരികയാണ്, പഠിപ്പിച്ചു തരികയാണ്. ഓരോ ദിവസത്തെ അലങ്കാര വർണ്ണനയിലും ഭഗവാൻ നമുക്ക് പല ഭാവത്തിൽ നമ്മുടെ മുന്നിൽ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വന്നു നിൽക്കാറുണ്ട് അല്ലേ. നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കണ്ണൻ ആഴ്ന്നിറങ്ങാറുണ്ട്. എത്ര സുന്ദരമാണ് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ മുഖം. ഓർത്തു നോക്കുക. സദാസമയം എപ്പോഴും മനസ്സിൽ വന്നു നിറയട്ടെ, എപ്പോഴും മനസ്സിൽ ഉണ്ടാവട്ടെ ആ പൊന്നുണ്ണിക്കണ്ണനെ. ആ ഗുരുഭവനപുരിയിൽ ആ ശ്രീലകത്ത് നമുക്ക് കാണുന്നതായിട്ടും ആ പൊന്നിൻ്റെ നെയ്ത്തിരി വട്ടത്തിലൊക്കെ ഇങ്ങനെ വിളങ്ങി നിൽക്കുന്ന ആ പൊന്നു ഗുരുവായൂരപ്പനെ കാണാനായിട്ടും പൊന്നു തൃപ്പാദങ്ങളിൽ നിന്ന് നമസ്കരിക്കാനായിട്ടും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടുന്നതായിട്ടും അങ്ങനെ നമ്മളങ്ങനെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ കളഭത്തിൻ്റെയും കസ്തൂരിയുടെയും ചന്ദനത്തിൻ്റെയും തുളസിയുടെയും താമരയുടെയും ഒക്കെ അതിമനോഹരമായ ഗന്ധം നമ്മളെ ഇങ്ങനെ തൊട്ട് തലോടുന്നതായിട്ട്, നമ്മളെ വാരിപ്പുണരുന്നതായിട്ട്, തുളസിയുടെയൊക്കെ മണം നമ്മളിലേക്ക് ഇങ്ങനെ അടുത്തെത്തുന്നതായിട്ട്, കളഭത്തിൻ്റെയും കസ്തൂരിയുടെയൊക്കെ മണം നമ്മളിലേക്ക് എത്തുന്നതായിട്ടും, നെയ്വിളക്കിൻ്റെ ശോഭയിൽ നെയ്യിൻ്റെ നറുമണം നമ്മളിലേക്ക് എത്തുന്നതായിട്ടും, ഭഗവാൻ നമ്മളിലേക്ക് വന്ന് നിറയുന്നതായിട്ടും, എല്ലാവരും ആ പൊന്നു തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നതായിട്ടും സങ്കല്പിച്ചുകൊണ്ട് ഭഗവാന്റെ ആ പൊന്നുപാദങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ വെളിച്ചം, ആ നീല വെളിച്ചം നമ്മളിലേക്ക് എത്തുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുഭവനപുരിയിൽ എത്താൻ സാധിച്ച എല്ലാവർക്കും, ഭഗവാനെ ഇങ്ങനെ കാണാനായിട്ട് സാധിച്ച എല്ലാവർക്കും, അതുപോലെ തന്നെ രോഗികളായിട്ട് വിവിധ ഭാഗങ്ങളിലുള്ള കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ കുറേ ഉണ്ടല്ലേ. അവർക്കൊന്നും എത്തിപ്പെടാൻ പോലും പറ്റാത്ത സാഹചര്യമുണ്ട്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ അങ്ങനെയും കൂടി അവർക്ക് കൂടി ചെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത ഭഗവാന്റെ ആ ദിവ്യരൂപം കാണാനായിട്ട് എൻ്റെ വാക്കുകൾ കൊണ്ട് സാധിക്കുമെങ്കിൽ എല്ലായിടത്തേക്കും ഭഗവാന്റെ ഈ ദിവ്യരൂപം എല്ലാവരും കാണുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. എൻ്റെ ശബ്ദത്തോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അടുത്ത് വന്ന് നിന്ന് ഗുരുഭവനപുരിയിലെത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ കണ്ട് പൊന്നുണ്ണിയുടെ ചിരിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് എല്ലാവർക്കും എത്താൻ സാധിച്ച എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും സദാസമയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിത്യമായ ശാന്തി എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നും, സമാധാനം എപ്പോഴും സ്നേഹവും നന്മയോടുകൂടി ജീവിക്കാൻ സാധിക്കട്ടെ എന്നും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട്, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, രാധേശ്വര രാധേശ്യാം, ഹരേ നാരായണ ഹരേ നാരായണ, ഹരി ഓം ഹരി ഓം, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.